Lord Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രം തയ്യാറാക്കുന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടാലച്ചനോട് ചേർന്ന് നടത്തുന്ന ഈ ആത്മീയ വിരുന്നിൽ നിങ്ങൾ സജീവമായി പങ്കെടുത്ത് സെഹിയോൻ ശുശ്രൂഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഈ നിമിഷങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവനോടെ ആരാധിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കണം. 115-ാമത്തെ സങ്കീർത്തനത്തിൽ 17ഉം 18ഉം വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: മരിച്ചുപോയവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല, എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തകൻ ആജ്ഞാപിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുവിൻ. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കണം. ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ കർത്താവിനെ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരുന്നുകൊണ്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാനായിട്ട് തയ്യാറാകുക. എല്ലാവരും കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ജീവനുള്ള യേശുവിനെ ജീവനോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഉദ്ധാനം ചെയ്തവനെ ആരാധന, മഹത്വപൂർണ്ണനായവനെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങൾ എല്ലാവരുടെ മേലും വർഷിക്കണമേ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. യേശുവിന്റെ ചൈതന്യമേ, യേശുവിൻ ചൈതന്യമേ കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ. വന്നു നിറഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ആത്മാവാം ചൈതന്യമേ, ആത്മാവാം ചൈതന്യമേ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മനസ്സ് തുറന്ന് വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാം ദാനങ്ങളാ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നവ്യരായി മാറ്റണമേ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ, ശക്തി അയക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, നിമിഷങ്ങളിൽ അങ്ങ് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മകന്റെയും ഹൃദയത്തെ സ്പർശിക്കണമേ, ഓരോ മകളുടെയും മനസ്സിനെ തൊടണമേ. ഓ കർത്താവെ, പലതരത്തിലുള്ള സങ്കടങ്ങൾ കാരണം ഒരുപാട് കണ്ണീരൊഴുക്കി വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളുടെ കണ്ണീർ ഒപ്പിയെടുക്കണമേ. കർത്താവെ, മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന യുവതിവാക്കന്മാരായ മക്കളെക്കുറിച്ച് ഒരുപാട് കരയുന്ന ഓരോ മാതാപിതാക്കളുടെ കണ്ണീർ ഒപ്പിയെടുക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സ്പർശിക്കണമേ, സ്പർശിക്കണമേ. ഓ പരിശുദ്ധാത്മാവെ, അങ്ങ് സ്പർശിക്കണമേ. വചനം കൊണ്ട് കഴുകണമേ, വചനം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളെ പൂർണ്ണമായി അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും സഹായത്തിലേക്ക് ശുശ്രൂഷ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം വഞ്ചിതരാകരുത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. 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 ഇന്ന് അനേകം ആളുകൾ നല്ല ഹൃദയ ശുദ്ധതയൊക്കെ ഉണ്ടെങ്കിലും ചില പ്രത്യേക തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോയി വഞ്ചിക്കപ്പെട്ടു പോകുന്നവരെ ഞാൻ കാണാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്തോസിന്റെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പൗലോസ് ലേഖ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. ഡു നോട്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾ വഞ്ചിതരാകരുത്. ബാഡ് കമ്പനി റൂയിൻസ് ഗുഡ് മോറൽസ്. ഇപ്പൊ സെന്റ് പോൾ പറയുകയാണ്, നിങ്ങൾ വഞ്ചിതരാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചീത്ത കൂട്ടുകെട്ട്. ചീത്ത കൂട്ടുകെട്ടിലേക്ക് കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള വഞ്ചനയിലേക്ക് പെട്ടുപോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് കൂട്ടുകാരിലൂടെയാണ്. ചില പ്രത്യേക തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പെട്ടുപോയി പല ആൾക്കാരും വഞ്ചിക്കപ്പെട്ട് പല ആൾക്കാരും പലതരത്തിൽ പാപത്തിന്റെ വലിയ പട്ടുകുഴിയിലേക്ക് വീണു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞുപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കളിതമാശയ്ക്ക് വേണ്ടി ഒരു കളിയാണ്. കൂട്ടുകാരെല്ലാം കൂടെ പോകുമ്പോൾ ആരെങ്കിലും അതിന് മുമ്പേ തന്നെ എവിടെയെങ്കിലും ചെറിയൊരു കുഴി ഉണ്ടാക്കി അവിടെ ചില ഇലകളെല്ലാം നിരത്തി വെച്ച് കുഴി ഉണ്ടെന്ന് അറിയത്തില്ല. എന്നിട്ട് കൂട്ടുകാരനെ കൂട്ടി അങ്ങോട്ട് പോകും. അറിയാതെ ആ കുഴിയിലേക്ക് വീണു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില കൂട്ടുകാരിലൂടെ ചില പ്രത്യേക കുഴികളിലേക്ക് ആളുകൾ വീണു പോകുന്നുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഈ ചീത്ത കൂട്ടുകെട്ട് നൽകുന്ന വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് പറയണത് അത് ഏത് പ്രായക്കാരനുമാകാം. ഒരുപക്ഷെ യുവാവായിരിക്കാം, ഒരുപക്ഷെ പ്രായമുള്ള വ്യക്തി ആയിരിക്കാം, വൃദ്ധനായിരിക്കാം, ആരെങ്കിലും ആകട്ടെ, ആരിലൂടെ വേണമെങ്കിലും ഈ ഒരു തിന്മ കടന്നു വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത്, ജോൺ വിയാനി പുണ്യവാളൻ ആ കാലഘട്ടത്തിൽ ആളുകളെ ശക്തമായ ഭാഷയിൽ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണമെന്ന് പഠിപ്പിച്ചു. വിയാനി പുണ്യവാളൻ പറയുന്നത്, ഒരു വ്യക്തി ദൈവവിശ്വാസമില്ലാത്ത വ്യക്തിയുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ ഈ ദൈവവിശ്വാസമുള്ള വ്യക്തിയുടെ വിശ്വാസം പോലും തകർന്നു പോകാൻ വലിയ സാധ്യതയുണ്ട്. എനിക്ക് ഒരു ദേശത്തെ അറിയാം. ആ ദേശത്തുള്ള ഒരു വ്യക്തി നിരീശ്വരവാദിയാണ്. പക്ഷേ അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറൊക്കെയാണ്. ആൾക്കാരോടൊക്കെ വലിയ സ്നേഹമാണ്. അവിടെയുള്ള അസോസിയേഷനൊക്കെ പങ്കെടുക്കുന്നു. കളിക്കാൻ അറിയാം, ചിരിക്കാൻ അറിയാം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പല ആൾക്കാരെ ഓരോരുത്തരെ പതുക്കെ സ്വാധീനിച്ച് വീട്ടിൽ കൊണ്ടുവരും. കുറച്ച് മദ്യം കൊടുക്കും. കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ വ്യക്തിയുടെ സ്വാധീനത്തിലൂടെ അവരുടെ കടന്നു വരുന്ന വ്യക്തികളുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ സംഭവിക്കുകയാണ്. വലിയ ക്ഷതങ്ങൾ. സെക്കുലറിസത്തിന്റെയും എത്തീസത്തിന്റെയും ആത്മാവിനെ വളരെ തന്ത്രപൂർവ്വം കടത്തിവിടാനായിട്ട് തിന്മയ്ക്കറിയാം. വിശുദ്ധ ജോൺ വിയാനി പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൈവവിശ്വാസമില്ലാത്ത വ്യക്തിയോടുള്ള കൂട്ടുകെട്ടിലൂടെ ദൈവവിശ്വാസം ഉള്ള വ്യക്തിയുടെ വിശ്വാസം പോലും തകർന്നു പോകാൻ വലിയ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ ഈവൻ ഇന്ത്യയിൽ പോലും തന്നെ അനേക ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വിശ്വാസരാഹിത്യത്തിന്റെ ആത്മാവ് അവരെ പിടികൂടുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ചീത്ത കൂട്ടുകെട്ടാണ്. ചീത്ത കൂട്ടുകെട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരിക്കൽ ബാംഗ്ലൂരിലുള്ള ഒരു സഹോദരി പറഞ്ഞൊരു സംഭവം. ആ സഹോദരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി ചെന്ന് കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ വന്നു. ചില കൂട്ടുകാരികൾ അവർ പറഞ്ഞു, എടി നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറച്ച് ചിരിച്ച് ഉല്ലസിച്ച് കളിക്കേണ്ട പ്രായമാണ്, ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യേണ്ട പ്രായം, നമുക്ക് ഇഷ്ടം പോലെ പണം വേണം, നമ്മുടെ വീട്ടിൽ പണമില്ലല്ലോ, എന്തിനാ വിഷമിക്കുന്നത്, നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ചില ബിസിനസ്സും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട്, പണമുള്ള ആൾക്കാരുണ്ട്, പണക്കാർ, അവരുടെ പക്കൽ ചെറിയ കമ്പനി കൂടുക, അവരുടെ കൂടെ പോയി ചില അത് വലിയ പാവായിട്ടൊന്നും കൂട്ടൊന്നും വേണ്ട, അവരോട് പോയി കിടക്കുകയൊക്കെ ചെയ്ത് പലതരത്തിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം. ആദ്യമൊന്നും ഈ സഹോദരി സമ്മതിച്ചില്ല. പക്ഷേ പലതരത്തിലുള്ള സംസാര രീതികളിലൂടെ ആ ഒരു പ്രത്യേക തിന്മ ഈ സഹോദരിയെ ബാധിച്ച് അവരും ഈ പാപത്തിലേക്ക് പോവുകയാണ്. ആദ്യമൊക്കെ ചെറിയ കുറ്റബോധം വന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പാപത്തിന് അടിമയായിട്ട് മാറി.
പാപത്തിന് അടിമയായിട്ട് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, തുടർന്ന് ആ വ്യക്തിത്വത്തിലുണ്ടായ വലിയ ദുരന്തങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത മാരകമായ ദുരന്തങ്ങളാണ്. മാരകമായ ദുരന്തം. അവരുടെ മക്കള് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിവാഹം കഴിച്ചു, മക്കൾ വളർന്നു വന്നു, 4 പേരും വളരെ തോന്നിയാസികളായിട്ട് പോകാന്ന് മാത്രമല്ല, ആ മക്കളുടെ ജീവിതത്തിൽ വലിയ തകർച്ചയുടെ മേൽ തകർച്ച. സ്വന്തം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അശുദ്ധ പാപത്തിലേക്ക് പെട്ടുപോകുന്ന തരത്തിൽ മാരകമായ പൈശാചിക ബന്ധനങ്ങൾ കുടുംബത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, സെന്റ് പോൾ അതുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. അതൊരു പക്ഷേ ചീത്ത കൂട്ടുകെട്ട് ചില പുസ്തകങ്ങളുടെ രൂപത്തിലായിരിക്കും. ചില നിരീശ്വരവാദികളായ ചില ശാസ്ത്രജ്ഞന്മാരെഴുതുന്ന പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ ചില യുവതിവാക്കന്മാര് അവിശ്വാസത്തിലേക്ക് വിട്ടുപോകുന്നുണ്ട്. ഒരിക്കൽ ഒരു കുടുംബം UK എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം ഇതാണ്. അവർക്കൊരു മകനുണ്ട്, നല്ല കുട്ടിയായിരുന്നു, പക്ഷേ അവൻ ഒത്തിരി വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ വായന, അവന്റെ കൂട്ടുകെട്ട് നിരീശ്വര ചിന്ത ഉള്ള ശാസ്ത്രജ്ഞന്മാരുടെ ചില പ്രത്യേക പുസ്തകങ്ങളായി. കുറച്ചു കാലം ആ പുസ്തകങ്ങൾ ആവർത്തിച്ച് വായിച്ചതിലൂടെ എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അപ്പനെയും അമ്മയും കണ്ണീരോടെ പറയാണ്, ഒരു ദിവസം ആ മകൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇപ്പോൾ എനിക്ക് ഉറപ്പായി ദൈവമില്ല. അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച് അവൻ തോന്നിവാസിയായിട്ട് മാറി. ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തുടർന്ന് അവനിലേക്ക് പലതരത്തിലുള്ള തിന്മകളുടെ അരുവികൾ കടന്നു വരാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വലിയൊരു തിന്മയാണ് ഗേ മാരേജിനെ സപ്പോർട്ട് ചെയ്യുക. ഗേ മാരേജ് എന്ന് പറഞ്ഞാൽ സ്വവർഗ ഭോഗം, സ്വവർഗരതി. ആണും തമ്മിൽ കല്യാണം കഴിക്കുക, പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക. ഇത്തരത്തിലുള്ള ഒരു മാരകമായ തിന്മ ഇന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ അത് നിയമമാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ സഭ ശക്തമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുകയും ഓരോ ഇടവകകളിലും ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ആളുകളുടെ ഒപ്പെല്ലാം ശേഖരിച്ച് ഗവൺമെന്റ് അയച്ചു കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും അവർ രണ്ടുപേരും മോനോട് ചോദിച്ചു, മോനെ, ഈ ഗേ മാരേജിനെതിരെ നമുക്ക് ഒപ്പിട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഗേ മാരേജിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. അപ്പനും അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. പ്രിയപ്പെട്ട, ഇതാണ് ചീത്ത കൂട്ടുകെട്ടിന്റെ ദുരന്ത ഫലം. ചില പുസ്തകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വന്ന് മാരകമായ തരത്തിൽ സദാചാരം ദുഷിപ്പിക്കപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. വിശുദ്ധ പൗലോസ് ലേഖ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവ ബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം. ഈ ചീത്തക്കൂട്ടിനെ കുറിച്ച് വിശുദ്ധ വിയാനി പുണ്യാളൻ വിവരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, പല വ്യക്തികളിലേക്കും ഈ ചീത്ത കൂട്ടുകെട്ട് വരുന്നതിന്റെ ഒരു കാരണം ഈ പരദൂഷണമാണ്. ഈ പരദൂഷകരുമായുള്ള സംസർഗത്തിലൂടെ ഈ ഒരു തിന്മയുടെ ബന്ധനം ചില വ്യക്തികളെയും ചില കുടുംബങ്ങളെയും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പൗലോസ് ലേഖ തിമോത്തിയോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ആദിമ സഭയിലെ ഡീക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അപ്പച്ചൻ വായിച്ചത്. ഗൗരവബുദ്ധികളായിരിക്കണം, പരദൂഷണം പറയാത്തവരായിരിക്കണം. സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പുണ്യാളൻ ഈ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്ന ആൾക്കാരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യക്തി പെട്ടെന്ന് ഒരു പക്ഷേ ആ തിന്മയിലേക്ക് വീട് പോകണമെന്നില്ല. മൊറാലിറ്റിനെ കുറിച്ച് തെറ്റായ ഒരു കോൺസെപ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം, ധാർമ്മികതയെ കുറിച്ച് ഒരു ചീത്ത കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ചില വ്യക്തികളുമായിട്ടുള്ള സംസാര രീതികളിലൂടെ പതുക്കെ കുംഭസാരം എന്ന കൂദാശ വേണ്ട എന്ന് വെക്കുകയാണ് അതിൽ പലപ്പോഴും കാണുന്ന ഒന്നാമത്തെ ഒരു തകരാറ്. കുംഭസാരം എന്ന കൂദാശ വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ പാപബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പാപബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോ ആ മകള് പറഞ്ഞ എങ്ങനെയാണ്, അവള് യൂത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പെട്ടു, ഒരു മുസ്ലിം ചെറുക്കനുമായിട്ടൊരു പ്രേമബന്ധത്തിലേക്ക് പെട്ടു. തുടർന്ന് ആ കുട്ടി പറയാണ്, അവക്ക് വചനം കേൾക്കാൻ താല്പര്യം നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധ ജീവൻ നയിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി, അപ്പനോടും അമ്മയോടും അതിഭയങ്കരമായ ദേഷ്യമാണ്.
ചീത്ത കൂട്ടുകെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും തകർച്ചയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നീ വചനം കേൾക്കുന്ന യുവതിവാക്കന്മാരും കുട്ടികളും വളരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരൊരു എത്തിസ്റ്റ് ആണെങ്കിൽ, നിന്റെ കൂട്ടുകാരി ഒരു നിരീശ്വരവാദിയാണെങ്കിൽ, ആ വ്യക്തിയുടെ സ്വാധീനം നിന്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അത് നീ തിരിച്ചറിയണം. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ കിട്ടാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നല്ല കൂട്ടുകാരെ നമ്മുടെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഒരു പെൺകുട്ടി, അവളെ മെഡിസിൻ പഠിക്കുകയാണ്. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ മെഡിസിന് പോയി, യുകെയുടെ ഭാഗത്താണ്. അവൾ പറയാണ്, മെഡിസിന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി മദ്യപാനം നടത്താൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പൊ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അവൾക്ക് അതൊരു വലിയ പാപാട്ടൊന്നും തോന്നിയില്ല. അവൾ അങ്ങനെ പതുക്കെ പതുക്കെ മദ്യപാനത്തിലേക്ക് പെട്ടുപോയി. പക്ഷേ കൃപയുള്ള വിശ്വാസമുള്ള ഒരു ആൺകുട്ടി ആ കോളേജിലുണ്ടായിരുന്നു. ആ കുട്ടി ഇവളോട് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഫെയർ ദാറ്റ് ഗേൾസ് ഡ്രിങ്ക്, നല്ലതല്ല, പെൺകുട്ടിയെ പ്രത്യേകിച്ച് മദ്യപിക്കുന്നത് നല്ലതല്ല എന്ന് ഈ കുട്ടി പറഞ്ഞു കൊടുത്തു. നല്ലൊരു കൂട്ടുകെട്ട്. ആ കൂട്ടുകാരൻ അവൻ ഈ രീതിയിൽ യേശുവിന്റെ ഒരു വചനയും കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോ ഇവളുണ്ടായിരുന്ന ഒരു തിന്മയുടെ കെട്ട് അഴിയാനായിട്ട് ആരംഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുണ്യാളം പറഞ്ഞ ആദ്യമായിട്ട് സംഭവിക്കുന്നത് പാപബോധം അങ്ങോട്ട് നഷ്ടപ്പെടുത്തി കളയും കൂട്ടുകാരൻ. എന്നാത്തിന് അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കുന്നത്, എന്തിനാ വചനം കേൾക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള പൊട്ട ഉപദേശങ്ങൾ കൊടുത്ത് നമ്മളിലുള്ള പരിശുദ്ധാത്മാനെ വേദനിപ്പിച്ച് പാപബോധം നഷ്ടപ്പെടുത്തി തുടർന്ന് എന്തും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ജീവിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രത്യേക ആത്മാവ് കൊണ്ട് ബാധിച്ച് എല്ലാ തരത്തിലും തകർച്ചയ്ക്ക് മേൽ തകർച്ച ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ഈ കാര്യം കാണണം. ഹല്ലേലൂയ. വഞ്ചിതരാകരുത് എന്ന് ശക്തമായ ഭാഷയിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക. പൗലോസ് പറയും, ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക. തിന്മ പറയാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസാക്ഷി അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഒരുപക്ഷെ ചില കാലഘട്ടങ്ങളിൽ ചില കൂട്ടുകാര്, ചില വായനകൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ പറഞ്ഞ് കേട്ട ചില കാര്യങ്ങളിലൂടെ തെറ്റായ ബോധ്യങ്ങൾ മനസാക്ഷിയിലേക്ക് വന്ന് ഇന്നും പലതരത്തിലുള്ള പാപമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ കാണുമായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അനുതാപം ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:8 ഇങ്ങനെ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിച്ചു നോക്കുക, നിന്റെ കൂട്ടുകാരൻ ആരാണ്? നീ യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ്? നീ ഗൂഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നീ ചിന്തിച്ചു നോക്കണം. നീ ഇന്റർനെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിന്റെ ഫോൺ വിളികൾ എങ്ങനെയാണ്? നിന്റെ സംസാര രീതിയിൽ എങ്ങനെയാണ്? അശുദ്ധി സംസാരിക്കുന്നതനുസരിച്ച് നിന്നിലുള്ള പരിശുദ്ധാത്മാവ് വേദനിച്ച് നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നിർവീര്യമായി പോകുക. നീ തിരിച്ചറിയണം. ആത്മശോധന ചെയ്യുക. അധമമായ സംസർഗം സദാചാരത്തെ ദുഷിപ്പിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരിക്കൽ കൂടി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കാം, ഒരിക്കൽ കൂടി നിന്റെ കണ്ണുകളെ സമർപ്പിക്കാം, ഒരിക്കൽ കൂടി നിന്റെ കാതുകളെ സമർപ്പിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ എന്നെ സ്പർശിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണം, പ്രത്യേകിച്ച് എന്റെ കൂട്ടുകെട്ടുകളെ പരിശുദ്ധാത്മാവെ ശുദ്ധീകരിക്കണം. ഒരുപാട് തിന്മകളുടെ കൂട്ടുകളിൽ ഞാൻ പെട്ടുപോയി. എൻ്റെ പല കൂട്ടുകാരും എന്നെ പാപത്തിലേക്ക് നയിക്കുന്നവരാണ്. ചാറ്റിങ്ങിലൂടെ പല അശുദ്ധിയും എനിക്ക് വരുന്നുണ്ട്. എൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ സ്പർശിക്കണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ചു, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിന്റെ എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. ചീത്ത കൂട്ടുകെട്ടിന്റെ എല്ലാ കെട്ടിൽ അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുനാമത്തിൽ ബന്ധിക്കുകയാണ്. ഇപ്പോൾ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന്, ബഹുമാനപ്പെട്ട വട്ടാലച്ചനോടും ബാക്കി എല്ലാ വൈദികരോടും ചേർന്ന്, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ മേൽ കുടികൊള്ളുന്ന ചീത്ത കൂട്ടുകെട്ടിന്റെ ദുരാത്മാനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുക. കർത്താവായ യേശുവേ,
യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ച് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശു മരണത്തിൽ വിശ്വസിച്ച് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എന്റെ മേൽ കുടികൊള്ളുന്ന ചീത്ത കൂട്ടുകെട്ടിന്റെ ദുരാത്മ പീഡകൾ എന്നിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന അശുദ്ധ സംസാരത്തിന്റെയും ചീത്ത പ്രവൃത്തികളുടെയും എല്ലാ ബന്ധനങ്ങളും എന്നിൽ നിന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും ആനയിക്കുന്ന ചീത്ത കൂട്ടുകെട്ടിന്റെ ദുരാത്മാവേ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചീത്ത കൂട്ടുകെട്ടിൽ ദുരാത്മാവ് വിട്ടുപോകട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു നൽകിയിട്ടുള്ള പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ കുട്ടികളുടെ കെട്ടഴിഞ്ഞ് വിടുതല പ്രാപിച്ച് യേശുവുമായി പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ തക്ക തരത്തിൽ യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഈ ഓരോ മകനെയും മകളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ, ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ. നീ വരുമ്പോൾ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാൻ ഇന്നൊരുക്കാം. ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രഭതൻ പൊൻദീപകം. ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ, ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ. സ്നേഹമേ, ദിവ്യസ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെയും ഇന്നും എന്നും ഒരേ ആളായ യേശു ക്രിസ്തു ആണ് ഇവിടെ എഴുന്നള്ളിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മുടെ ഹൃദയവും മനസ്സിൽ നമുക്ക് തുറന്നു കൊടുക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാം വാക്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ലെബനോന് നിന്റെ വാതിലുകൾ തുറക്കുക,
അഗ്നി അതിന്റെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ. വാതിലുകൾ തുറന്നു കൊടുക്കുക. കുടുംബത്തിന്റെ വാതിലുകൾ, ഹൃദയത്തിന്റെ വാതിലുകൾ, മനസ്സിന്റെ വാതിലുകളെ ഈശോയ്ക്ക് തുറന്നു കൊടുക്കുകയാണ്. ഈശോ എല്ലായിടത്തും രാജാവായിട്ട് വന്ന് എല്ലാ തരത്തിലുള്ള കെട്ടുകളും പൊട്ടിക്കട്ടെ. എല്ലാ തരത്തിലുള്ള ദുരദുഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ സമയത്ത് പലതരം തടസ്സങ്ങളിൽ കഴിയുന്ന മക്കൾ, നിങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ, വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അന്ധകാരശത്തിലുള്ള ഉപദ്രവങ്ങൾ, പാപദുശീലങ്ങൾ, അത്തരത്തിലുള്ള പല പ്രതിസന്ധി കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്ന സമയം 2 കരങ്ങളും ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ,